നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ഇനി അല്പം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലായിടത്തും സുരക്ഷാ സംവിധാനങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തി എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം പ്രശ്നം ഒന്നുമില്ലാതെ ഏറ്റവും സുഗമമായ രീതിയിൽ ഈ ഒരു വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ പോലീസിനെയും കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും പോലീസുമായി ബന്ധപ്പെടാവുന്നതാണ്. മാത്രമല്ല, ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത CCTV സംവിധാനമാണ്. ബൂത്തുകൾക്ക് സമീപം, അതായത് വരി നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം CCTV സൗകര്യം ഒരുക്കുന്നുണ്ട്. അത് കാരണം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, പ്രചരണങ്ങൾ ഈ വരി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് വന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും കൂടിയാണ് ഇത്. സ്ഥാനാർത്ഥികൾക്ക് ബൂത്തുകളിലേക്ക് വരാവുന്നതാണ്. കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ചു പോകാം. അല്ലാതെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നത് അനുവദിക്കുന്നതല്ല. തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വടകര ഇൻസ്പെക്ടർ പറയുന്നത് കേൾക്കാം. വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 205 ബൂത്തുകളാണ് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ 47 ബൂത്തുകൾ, ആ ബൂത്തുകളുടെ പ്രത്യേകതകൾ പരിഗണിച്ചിട്ടും അതുപോലെ തന്നെ മുൻകാലഘട്ടങ്ങളിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് 47 ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. അത്തരം ബൂത്തുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതലായി നടപ്പിലാക്കുന്നതാണ്. കൂടാതെ കേന്ദ്രസേനയും അത്തരം ബൂത്തുകളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബൂത്തുകളുടെ പരിസരങ്ങളിൽ പ്രത്യേകിച്ച് 100 മീറ്റർ ചുറ്റളവിൽ യാതൊരു തരത്തിലുള്ള പ്രചരണ പരിപാടികളോ അല്ലെങ്കിൽ ചിഹ്നങ്ങളോ അതുപോലെ തന്നെ ആൾക്കാർ കൂടി നിൽക്കുകയോ, അത് പൊതുസ്ഥലത്തായാലും അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തായോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെ ആയിക്കഴിഞ്ഞാലും അത്തരത്തിലുള്ള ആൾക്കാർ കൂടി നിൽക്കാനോ മറ്റുള്ള പ്രചരണ പരിപാടികളോ അനുവദിക്കുന്നതല്ല. അതുകൂടാതെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 9 ഗ്രൂപ്പ് പട്രോളുകളും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും നിരന്തരം ജാഗ്രതയോടുകൂടി പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ എത്തുന്ന രീതിയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരുപാട് മുമ്പ് ഉണ്ടായിരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലുള്ള പോലീസ് സംവിധാനം ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി യാതൊരു ഭയവും കൂടാതെ പോളിംഗ് സ്റ്റേഷനിലെത്തി അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. നിലവിലെല്ലാം സജ്ജമാണ്. എല്ലാവരും കൃത്യമായിട്ട് ആ പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ പട്രോളിംഗ് ടീമുകളും തന്നെ എല്ലാവരും ഫീൽഡിലുണ്ട്. വളരെ എഫക്റ്റീവായ ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വോട്ടേഴ്സ് ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളിലും CCTV ക്യാമറകൾ പല സ്ഥലങ്ങളിലും സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ വന്ന് ഇലക്ഷൻ പ്രചരണം നടത്തുകയോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള വോട്ട് അഭ്യർത്ഥന നടത്തുകയോ ചെയ്യുന്ന പരിപാടികളൊന്നും തന്നെ അനുവദിക്കുന്നതല്ല. അത്തരത്തിൽ കർശനമായ നിർദ്ദേശങ്ങളാണ് ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. അത് നടപ്പിലാക്കാനുള്ള പോലീസ് സംവിധാനം വളരെ കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്.